ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ബ്രോ, പോട്ടിനകത്താണ് നമ്മളിപ്പോ. നമ്മൾ ഇന്നലെ നമ്മുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇതിലായിരുന്നു ഞാൻ ഇന്നലെ ഫുള്ള് കിടന്ന് കേട്ടോ. ഈ വണ്ടിയിലായിരുന്നു തുടങ്ങിയത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലം പിടിക്കും. ഇന്നലെ പുള്ളി ഈ വണ്ടി ഈ പെട്രോൾ പമ്പിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൽ തന്നെ കിടക്കുകയും ചെയ്തു. അടിപൊളിയായിരുന്നു, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പല്ലൊന്നും തേച്ചില്ല, ഇനി വേണം പല്ലൊക്കെ തേക്കാൻ. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തൊരു ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ് ആകുന്നുണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചിന്ത വരാറുണ്ട്. ഇതാണ് എൻ്റെ ബാഗ്. എൻ്റെ ബാഗ് ഇന്നലെ ഇവിടെ വെച്ചിരിക്കുന്നത്. വെച്ചിട്ട് ജാക്കറ്റും റെയിൻകോട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. രാത്രി പിന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് വന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, പുള്ളി പാർക്ക് ചെയ്തിട്ട് പോയതാ എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ ഇന്നലെ വന്ന വഴി നല്ല മഴയായിരുന്നു, പിന്നെ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനി പിടിക്കും. അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാനിപ്പോൾ കൊച്ചിയിൽ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കൊരു ലിഫ്റ്റ് കിട്ടി. യാത്ര നിങ്ങളുടെ നന്നായിട്ട് പോട്ടെ. നിർത്ത്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി സ്ഥലത്തേക്ക് പോകാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വീഡിയോ സാധനങ്ങളൊക്കെ പുള്ളിയുടെ കൈ വെച്ചിട്ട് പുള്ളിയാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ പുള്ളിയുടെ വീട്ടിലാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ നിന്നാണ്. ബീഫ് വാങ്ങിക്കാനോണ്ടിരിക്കാണ്. അടിപൊളി ബീഫൊക്കെ വാങ്ങിച്ചു. ഇനി വീട്ടിൽ കൊണ്ട് ഇത് കൊടുത്തിട്ട് അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പുള്ളി എന്നാ കൊണ്ട് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനിവിടെ നിൽക്കുകയാണ്. ഇത് വൈപ്പിൻ റോഡാണ്. ഇത് വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം. നമ്മള് വൈപ്പിൻ ബീച്ച് കാണാനായിട്ട് പോവാണ്. വൈപ്പിൻ ബീച്ച് പോയി കണ്ടുപോകാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വൈപ്പിൻ ബീച്ച്. പോയി വൈപ്പിൻ ബീച്ച് എന്ന് കാണണം. ചേട്ടന്മാരോട് ഭയങ്കര ക്രിക്കറ്റ് കളിയാണ് രാവിലെ സൺഡേ ആയിട്ട്. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി വൈപ്പ്. ടൈമിലേക്ക് ഇവിടെ വന്ന ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞ് ഇന്ന് പോകേണ്ട നാളെ പോയാൽ മതി, അങ്ങനെയാണ് രാവിലെ വന്ന് ഇവിടെ സ്വിം ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്യും നാളെ ഒന്ന് സ്വിം ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ. പക്ഷേ പിന്നെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈഫ് ഗാർഡ് ഇല്ലെന്നുള്ളതാണ്.
അങ്ങനെ നമ്മള് പൈപ്പിൻ ബീച്ച് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ മേലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകും കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് കാണാം. എന്താണെന്ന് കാണിച്ചു കൊടുത്ത് മാറുന്നിട്ടില്ലെന്ന്. ലോറി ഓടിക്കാൻ ഒരു മോട്ടിവേഷൻ. എന്റെ ചേട്ടൻ ഇവിടെ നമ്മൾ ലോറി ഓടിക്കുക കേട്ടോ. പുള്ളിയുടെ മോട്ടിവേഷൻ പുള്ളി പറഞ്ഞ് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ 20 വീല് വണ്ടി ഓടിക്കാൻ പോവാണ് കേട്ടോ. അതിൽ നോക്കാം. ഇങ്ങനെ RPM ഇങ്ങനെ പിടിച്ചു വെക്കണം കേട്ടോ. 15 നിർത്തണം ആണ് പുള്ളി പറയുന്നത്. അതിനോട് അത് മഞ്ഞ അടിപൊളി. അപ്പോഴൊക്കെ ലോറിയാണ് പോണത് കേട്ടോ. ഓക്സി എടുക്കുമ്പം ഭയങ്കര ഗ്യാപ്പില്ല ആയിട്ടെടുക്കാം. അതെടുത്തുകൊണ്ടിരിക്കുന്നത് ടെൻഷനുണ്ട്. തെറ്റാണ് കേട്ടോ. പോട്ടെ. നമ്മൾ ലോറി ഓടിച്ചിരിക്കുകയാണ് കേട്ടോ. രാവിലെ സാധനം വാങ്ങിക്കാൻ പോകാൻ ഇറങ്ങിയതാണ്. പക്ഷേ പുള്ളിക്കാരന് വണ്ടി ലോഡ് കയറ്റാൻ ഇടേണ്ട സമയമായിരുന്നു. അതുകൊണ്ട് നമ്മളോട് വണ്ടി ഒന്ന് ഓടിച്ചോളാൻ പറഞ്ഞു. എന്തായാലും ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. പിന്നെ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആക്സിഡന്റ് ഒന്നും ഈ സമയത്ത് എടുക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഇടുക, പയ്യെ ക്ലച്ച് റിലീസ് ചെയ്താൽ മതി. പട്ടിക്ക് ആയിക്കോട്ടെ. ക്ലച്ച് മാനേജ് ചെയ്താൽ പട്ടിക്ക് ബ്രേക്കിന്റെ ആവശ്യമില്ല. എന്താ തന്നെ ഈ വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഹാൻഡ് ബ്രേക്ക്, ഗിയർ അറിയാലോ. എല്ലാം നോർമൽ ഒരു വണ്ടിയുടെ പോലെ തന്നെ. നമ്മൾ ഓണ് വണ്ടിയുടെ ഓൺ അതാണ് ഓൺ. ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഇവർക്ക് കണ്ടെയ്നർ അൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ സ്ലിപ്പ്. ലോഡ് ചെയ്യണേലും അൺലോഡ് ചെയ്യണേലും ഇങ്ങനെ 2 സ്ലിപ്സ് ഉണ്ട് കേട്ടോ. അത് കൊടുത്താലേ അവർക്ക് അൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ.
അവിടുന്ന് അവർക്ക് പാസ് വാങ്ങിക്കണം, എന്നാലേ അവർക്ക് ലോഡ് കെട്ടി കൊടുക്കാൻ പറ്റും. ബ്രോ പോർട്ടിനകത്താണ് നമ്മളിപ്പോൾ കേട്ടോ, പോർട്ടിനകത്ത് എന്നാണ് ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നത്. ചേട്ടൻ ഇടയ്ക്ക് കയറി ഡോൺ അടിക്കുവാണേ. ഓ ഇതൊരു എന്റെ മൊന്നെ എന്നാ ഹൈറ്റിലാ സാധനം വെച്ചിരിക്കുന്നത്. ഓ അടിപൊളി. കണ്ടോ ഇങ്ങനെ ഫുഡ് വെച്ച് സെറ്റ് ആക്കിയിട്ട് രണ്ടും ഒന്നിച്ചെടുക്കാനുള്ള പരിപാടിക്കാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. കണ്ടോണേ, അത് അതിനകത്തോട്ട് വെച്ചിട്ട് രണ്ടും കൂടെ ഒന്നിച്ചെടുക്കും. ഓനെ ഒരു രസമില്ല. ഓ ലിഫ്റ്റ് ചെയ്ത് കേട്ടോ, ലിഫ്റ്റ് ചെയ്ത് അത് സേഫായിട്ട് അവിടെ നിന്ന് മാറ്റി അടുത്ത സ്ഥലത്ത് കൊണ്ട് ഇറക്കും കേട്ടോ. 50 രൂപ ചാർജ് കൊടുക്കണം കേട്ടോ. ബ്രോസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാണാൻ നല്ല ആദ്യമായിട്ട് കാണുന്നോണ്ട് ഇതൊക്കെ നമുക്കൊരു വണ്ടറിങ് ആയി. സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, റിയൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ലിഫ്റ്റ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അടിപൊളി രസി. എന്നാലും കൂടുന്ന ഫുഡ് തന്നിട്ടുണ്ട് അടിപൊളി. രസീത് ബീസ് ബീറ്റ്റൂട്ട് പിന്നെ തക്കാളിക്കറി കൊള്ളാം. ഇതിന് വേണ്ടി പിന്നെ ഞങ്ങൾ ചുമ്മാ മാർക്കറ്റ് ഇറങ്ങി കേട്ടോ. എൻ്റെ മേനകയില് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട്. ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വന്നിരിക്കും കേട്ടോ. അടിപൊളി എന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറി കണ്ട് നോക്കാം. അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കേട്ടോ. ഇതാണ് ഈ സാധനത്തിന്റെ ഇതിനകത്തോട്ടുള്ള എൻട്രി.
ഇവിടെ ഗെയിം കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ റൈഡും ഉണ്ട്, എല്ലാ റൈഡും പിള്ളേർക്ക് കളിക്കാനും. മഴയായതുകൊണ്ട് ആരും കയറിയിട്ടില്ല. ഇവിടുത്തെ ഗെയിംസ് ഒക്കെ നടക്കുന്ന ഗോസ്റ്റ് ഹൗസ് ഫെസ്റ്റിവൽ. നമ്മൾ തട്ടയുടെ വന്ന് ഫുഡ് കഴിക്കാൻ പോവാടെ. ഭയങ്കര വിശപ്പ്. അയ്യോ നല്ല മണം. രക്ഷയില്ല. നല്ല ബീഫ് റോസ്റ്റ്, 2 പൊറോട്ട നമ്മൾ കഴിക്കുവാണ്.